Welcome to Keeping Fish with Marty, my fish-loving, aquascaping people. So I've got a really nice and quick video for you. വളരെ സിമ്പിളായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ വീട്ടിലെ അക്വാറിയം സിമ്പിളായ ഒരു ട്രിക്ക് ഉപയോഗിച്ച് പ്രൊഫഷണൽ ലുക്ക് ആവാൻ വേണ്ടിയുള്ള ഒരു ക്വിക്ക് ആൻഡ് ഈസി സ്റ്റെപ്പാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ അറൗണ്ട് ആൻഡ് ഐ വിൽ ഷോ യു ഹൗ ഇറ്റ്സ് ഡൺ. Welcome to the video, guys. I got just two stuff here today. നമ്മുടെ രണ്ട് ഐറ്റമേ ഉള്ളൂ. ഒന്ന് കുറച്ച് വലിയ കല്ലും ബാക്കി നമ്മുടെ തോട്ടിൽ നിന്ന് എടുത്ത ഗ്രാവലും. ദിസ് ഈസ് ഓൾ വി നീഡ്. നമുക്ക് എല്ലാവർക്കും വീടിനടുത്ത് ഒരു അരുവിയോ തോടോ ഉണ്ടായി സംഘടിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അക്വാസ്കേപ്പിന് യൂസ് ചെയ്യുന്ന ടാങ്ക് ഇതാണ്. നല്ല ഒപ്റ്റി ക്ലിയർ സൂപ്പർ ക്ലിയർ ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ പോറാൻ നോക്കണം. ദാറ്റ്സ് എ കീ തിങ്. സോ ഇതിനകത്ത് ചുമ്മാ ഗ്രാവൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു പേളറോണ കിടക്കുന്ന ഒരു ടാങ്കാണിത്. ഫുഡിന് വേണ്ടി ആ ഓർത്ത് വന്ന് നിൽപ്പുണ്ട്. നമ്മൾ കല്ലൊക്കെ ഇടുമ്പോൾ എന്നാണ് പുള്ളി പേടിക്കും കേട്ടോ. നമുക്ക് മീനെ അതിനകത്ത് ഇട്ടുകൊണ്ട് തന്നെ ചെയ്യാൻ നോക്കാം. മീൻ ചാടാതെ നമുക്ക് മാക്സിമം അതിനെ സ്ട്രെസ് ആക്കാൻ നമുക്ക് ചെയ്യാനൊരു ട്രൈ നടത്താം. ലെറ്റ്സ് സീ ഹൗ ദിസ് ഇസ് ഡൺ. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ടു ഡു, നിങ്ങൾ അടുത്ത നിങ്ങൾ കളക്ട് ചെയ്ത് വലിയ റോക്സ് എടുക്കുക. സോ വെൻ യു പിക്ക് റോക്സ് മേക്ക് ഷുവർ യു റിമെമ്പർ അടുത്ത നല്ല ഇങ്ങനെ വെട്ടുകളും ഇങ്ങനെ കുറേ നുക്സ് ആൻഡ് ക്രനീസ് ഉള്ള റോക്ക് വേണം എടുക്കാൻ. അയ്യാ, നമുക്കത് ഇറക്കി വെക്കാം. നമ്മൾ മീനെ പേടിപ്പിക്കാതെ നമുക്ക് പയ്യെ ഇതങ്ങ് അതിലോട്ട് ഇറക്കാം. ആദ്യത്തെ റോക്ക് വെച്ചു. ഫോർ ദ സെക്കൻഡ് റോക്ക് മേക്ക് ഷുവർ നിങ്ങൾ റോക്ക് വെക്കുമ്പോഴത്തേന് റോക്കിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഫേസ് ആണ് നമ്മളതിൽ വെക്കാൻ നോക്കുന്നത് കേട്ടോ. And now we put in the last piece. Step number 1 is complete. Now moving on to step number 2. അപ്പം നിങ്ങൾ തോട്ടിൽ നിന്ന് എടുക്കുമ്പോഴത്തേന് മണ്ണ് മിക്സ് ചെയ്യാത്ത ഗ്രാവൽ വേണം എടുക്കാൻ. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇല്ല നമ്മൾ ഇതിടുമ്പോൾ കലങ്ങും. ഇത് നമുക്കിത് പയ്യെ ഇതിട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന റോക്സ് തമ്മിലൊരു ലിങ്ക് ഉണ്ടാക്കാം. Make sure you put rocks where you want to see that height. ഇപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഓടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ 3 സ്റ്റോൺസ് വളരെ ഹൈറ്റിലാണ് പൊങ്ങി നിൽക്കുന്നത്. സോ അതിനെ തമ്മിൽ ആ കണക്ട് ചെയ്ത് ലിങ്ക് വരുന്നിടത്ത് ഒരു ഇച്ചിരി ഹൈറ്റ് വേണം. എന്നാലേ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. കണ്ടിന്യൂറ്റി ഈസ് കീ. നമ്മൾ ഈ ചെറിയ സ്റ്റോൺസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ആ ഗ്രാവലുമായിട്ട് അതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഈവനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ ഗ്രാവലിലോട്ട് പോയി കയറിയ പോലെ കിടക്കും. കുറച്ചുകൂടെ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ട്രൈ ടു പുട്ട് സാൻഡ് ഓൾ അറൗണ്ട് ഇറ്റ് ആൻഡ് ലുക്ക് റിയലി നൈസ്. That's it guys, it's a 5-minute escape and it's done. നമ്മുടെ ടാങ്കിലെ പണിയെല്ലാം നമ്മൾ തീർത്തേക്കാണ്. ഞാൻ ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന കെമിക്കൽ ഒഴിക്കാം. അത് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇന്ന് ഇളകിയ മട്ടൊക്കെ നടിയും ആൻഡ് വെള്ളം ലുക്ക് ക്രിസ്റ്റൽ ക്ലീൻ. നമുക്കപ്പോൾ ഈ ലിഡൊക്കെ വെച്ച് അറോണ ചാടുന്നതിന് മുമ്പേ എല്ലാം സെറ്റാക്കി ആ കെമിക്കൽ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങളെ ഫുട്ടേജ് കാണിച്ചു തരാം. നമ്മൾ ഈ ടാങ്ക് ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് തന്നെ പറഞ്ഞാൽ അപ്പുറത്തെ ടാങ്കിൽ വലിയ അരോണയ്ക്ക് നല്ല അടിപൊളി അക്വേറിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞനരോണയുടെ ടാങ്ക് വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ പോയി നോക്കി ഉടക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനും ഒരു കിടലും ടാങ്കിൽ കിട്ടാൻ ഓർത്താണ് നമ്മൾ ഈ ചെറിയ സ്കൈപ്പൊക്കെ ഇട്ട് കൊടുത്തത്.
പുള്ളിക്ക് അരോണ വളർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇച്ചിരി സ്ട്രക്ചറൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി പോയി സ്റ്റക്കായി ചാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ പ്ലെയിൻ ആയിട്ട് നിർത്തി. ഇതിന് പോയി കയറിയിരിക്കാൻ ഗ്യാപ്പ് ഒരിടത്തുമില്ല. സോ ഐ മേഡ് ഷുവർ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ പഴയ ടാങ്കിൻ്റെ അപ്ഡേറ്റും നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ടാനിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇച്ചിരി യെല്ലോ കളറിൽ. സോ ഇഫ് യു ഹാവ് എ ലുക്ക്, മീനൊക്കെ നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട്. ആ ഒരു നാച്ചുറൽ ഫ്ലോ ഉള്ള വുഡും നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് കോൺട്രാസ്റ്റ് ചേഞ്ച്, ഒരു സ്റ്റോൺ സ്കേപ്പ്, പ്ലാന്റഡ് സെമി പ്ലാന്റഡ് സ്റ്റോൺ സ്കേപ്പ്. ഒരു ട്രാൻസിഷനാണ് നമ്മൾ ആ ഫിഷ് റൂമിൽ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് എവറിബഡി ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ്, ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ ആൻഡ് ഡു കമൻറ്റ് ഡൗൺ ദയർ ആസ് വെൽ. ലൈക്കും കമൻറ്റും നമ്മുടെ വീഡിയോ മാക്സിമം പുഷ് ചെയ്യാനും മാക്സിമം ആൾക്കാരിലേക്ക് എത്താനും സഹായിക്കുന്നതാണ്. പ്ലീസ് ഹെൽപ്പ് ഇൻ അസിസ്റ്റിംഗ് ഇൻ ബിൽഡിംഗ് ദിസ് കമ്മ്യൂണിറ്റി. അവർ ചാനൽ ഇസ് ഡെഫിനറ്റ്ലി ഗ്രോയിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് കീപ്പിംഗ് ഫിഷ് വിത്ത് Marty video. So stay tuned for the next Keeping Fish with Marty video. Bye.